ഹായ് മക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം HSI ഇംഗ്ലീഷ്. എന്നെ കേൾക്കുന്നവരൊക്കെ ഇംഗ്ലീഷിൽ BEdും MA ഒക്കെ ഉള്ളവരായിരിക്കും. ചില ആളുകൾ BEdും കേട്ടറ്റ് കാറ്റഗറി 3യും ഉണ്ടാവും. അതേപോലെ തന്നെ MA BEd സെറ്റ് അല്ലെങ്കിൽ കേട്ടറ്റ് കാറ്റഗറി 3 ഒക്കെ ഉള്ളവരായിരിക്കും. നമുക്കറിയാം അടുത്ത വർഷം ഒരു സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴേക്കും അടുത്ത HSI ഇംഗ്ലീഷ് വിളിക്കാൻ ചാൻസ് ഉണ്ട്, വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ യോഗ്യതയുള്ള മുഴുവൻ ടീച്ചേഴ്സും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി പരിശ്രമിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ചെറിയൊരു കോണ്ടൻറ്റ് വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം നമ്മുടെ സിലബസ് പരിശോധിച്ച് കഴിഞ്ഞാൽ HSI ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞ വർഷം തന്ന സിലബസ് പരിശോധിച്ച് കഴിഞ്ഞാൽ 8 മൊഡ്യൂളാണുള്ളത്. 8 മൊഡ്യൂൾ. അതിൽ എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്, സൈലത്തിൻ്റെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്ററാണ്. ആ 8 മൊഡ്യൂളിൽ 3 മൊഡ്യൂളാണ് ഞാൻ കൈകാര്യം ചെയ്യുക. ഒന്ന് 6th മൊഡ്യൂളും അതേപോലെ 7th മൊഡ്യൂളും അതേപോലെ 8th മൊഡ്യൂളും. അങ്ങനെ 8 മൊഡ്യൂളിലാണ് 3 മൊഡ്യൂളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അതിൽ 8ാമത്തെ ഒരു മൊഡ്യൂളിൽപ്പെട്ട ഒരു ഭാഗമാണ് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്നാണ് 8ാമത്തെ മൊഡ്യൂളിൽ വിളിച്ചിട്ടുള്ളത്. ആ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രസക്തമായ ചെറിയൊരു കോണ്ടന്റ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇതേ രീതിയിലായിരിക്കും നമുക്ക് എക്സാമിന് വരിക. അപ്പോൾ നിങ്ങൾക്കറിയാം 3 മൊഡ്യൂളാണ് ഞാൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നത്. മറ്റുള്ള മൊഡ്യൂളുകൾ മറ്റുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് എടുത്തു തരിക. അവരുടെ ക്ലാസ്സൊക്കെ നിങ്ങൾ കാണും, നിങ്ങൾ കേൾക്കും, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ 3 മൊഡ്യൂളിൽ ഏകദേശം 10-16 മാർക്കോളം 3 മൊഡ്യൂളിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ 6, 7, 8 6 to 8 വരെയുള്ള 16 മാർക്കോളം ഈ 3 മൊഡ്യൂളിൽ നിന്നാണ് വരിക. ഈ 3 മൊഡ്യൂളിൽ നിന്നാണ് നിങ്ങളുടെ റാങ്ക് എവിടെ എന്ന് നിർണ്ണയിക്കുന്നതും ഈ അവസാനത്തെ 3 മൊഡ്യൂളാണ്. കാരണം പല ആളുകൾക്കും ടഫസ്റ്റ് ആയ ഭാഗമാണ് ഈ അവസാനത്തെ 3 മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൽ കുറച്ച് മെത്തേഡുകളുണ്ട്. മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഉണ്ട്. മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കണ്ടവരായിരിക്കും, നിങ്ങൾ പഠിച്ചവരായിരിക്കും. LP UP ഒക്കെ പ്രിപ്പയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിൽ 1ാമത്താണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്താണ് എന്ന് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ചെറിയ ചോദ്യങ്ങൾ ഏത് രീതിയിൽ വരും എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 2ാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ GTM മെത്തേഡ് കഴിഞ്ഞിട്ട് 2ാമതായിട്ട് വരുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. പിന്നെ ഓഡിയോ ലിങ്കൽ മെത്തേഡാണ്. പിന്നെ ബൈലിംഗ്വൽ മെത്തേഡാണ്. പിന്നെ ഡോക്ടർ വെസ്റ്റ് ന്യൂ മെത്തേഡാണ്. അടുത്ത് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് അഥവാ TPR എന്ന് പറയും. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണ്. അടുത്ത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. ഇങ്ങനെ ഏകദേശം 7ഓളം മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, 2ാമത്തെ ഡയറക്റ്റ് മെത്തേഡ്, 3ാമത്തെ ഓഡിയോ ലിങ്കൽ മെത്തേഡ്, 4ാമത്തെ ബൈലിംഗ്വൽ മെത്തേഡ്, 5ാമത്തെ ഡോക്ടർ വെസ്റ്റ്ന്യൂ മെത്തേഡ്, 6ാമത്തെ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് അതിൻ്റെ ഷോർട്ട് ഫോം TPR, 7ാമത്തെ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. അതിൽ ആദ്യം പറയുന്നതാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയാം. ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് GTM മെത്തേഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെത്തേഡാണ്. പരീക്ഷയ്ക്ക് HSI പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗവും കൂടിയാണത്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന്റെ ഷോർട്ട് ഫോം GTN മെത്തേഡാണ്. അത് പ്രപ്പോസ് ചെയ്ത ആളെ പേര് പ്രൊഫസർ കാൾ പ്ലോട്സ് എന്നാണ്. ചോദ്യം വരാറുണ്ട്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് വാസ് പ്രൊപ്പഗേറ്റഡ് ബൈ എന്ന് ചോദിക്കും. അപ്പോൾ പ്രൊഫസർ കാൾ പ്ലോട്സ് ആണ്. അല്ലെങ്കിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, അത് പ്രൊഫസർ കാൾ പ്ലോട്സ് ആണ്. അല്ലെങ്കിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ പ്രൊഫസർ കാൾ പ്ലോട്സ് ആണ്. എന്താണ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ദ പ്രാക്ടീസ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് പാസേജ് ഫ്രം വൺ ലാംഗ്വേജ് ഇൻ ടു അതർ എന്നാണ്. അതായത് ഒരു പാസേജ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് GTM മെത്തേഡ് അഥവാ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയാം. ഉദാഹരണങ്ങളെ ക്ലാസ്സിൽ ഒരു 40 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളാണ് ഒരു ഇംഗ്ലീഷിന്റെ അധ്യാപകനായിട്ട് ആ ക്ലാസ് റൂമിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്കല്ലേ, കാരണം നിങ്ങൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പാസേജ് വായിക്കുന്നു. എന്നിട്ട് ആ പാസേജിന്റെ വേർഡ് ബൈ മീനിങ്, ഓരോ വേർഡിന്റെയും മീനിങ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടികളുടെ മാതൃഭാഷയിൽ മദർ ടങ്ങിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു.
ഓരോ വേർഡും വിടാതെ ഓരോ വേർഡ് ബൈ വേർഡിന്റെ മീനിങ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് GTM മെത്തേഡ് കൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷ് എടുക്കുന്ന ക്ലാസ്സിൽ ആ അധ്യാപകൻ ഒരു കാരണവശാലും ഏതാണോ കുട്ടിക്ക് പഠിക്കേണ്ട ടാർഗറ്റ് ലാംഗ്വേജ്, ആ ടാർഗറ്റ് ലാംഗ്വേജ് പറയുന്നില്ല. കുട്ടിയുടെ മാതൃഭാഷയിലാണ് അതിനെ വിവർത്തനം ചെയ്യപ്പെടുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഇതാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. അതിന്റെ കുറച്ച് പോയിന്റ് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. എംഫസൈസ് ഓൺ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് റീഡിങ്ങിനും റൈറ്റിങ്ങിനുമാണ്. സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ഈസ് ഇഗ്നോർഡ്. സ്പീക്കിങ്ങും ലിസണിങ് ഇഗ്നോർഡ് ആണ്, അവഗണിക്കപ്പെടുന്നു. റീഡിങ്ങും റൈറ്റിങ്ങിനും എംഫസൈസ് ചെയ്യുന്നു, ഊന്നൽ നൽകുന്നു. പിന്നെ ലാംഗ്വേജ് 1 ഈസ് യൂസ്ഡ് വൈൽ ടീച്ചിങ്. അതായത് നിങ്ങളാണ് ഒരു അധ്യാപകൻ, ആ ക്ലാസ്സിലെ ആ അധ്യാപകനായ നിങ്ങൾ ലാംഗ്വേജ് 1 അഥവാ കുട്ടികളുടെ മാതൃഭാഷ ഏതാണോ ആ ഭാഷ മാത്രമാണ് ടീച്ചിങ്ങിന്റെ സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ഇംഗ്ലീഷിലല്ല അവിടെ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, വേർഡ് ബൈ വേർഡ് മലയാളത്തിൽ അഥവാ മദർ ടങ്ങിൽ മാത്രമാണ് പറയുന്നത്. അതാണ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് വൈൽ ടീച്ചിങ്. ആ ടീച്ചിങ്ങിന്റെ സമയത്ത് ലാംഗ്വേജ് 1 മാത്രം ഉപയോഗിക്കുള്ളൂ. പിന്നെ ലേണേഴ്സ് ലേൺ ഗ്രാമർ റൂൾസ് ഡിഡക്റ്റീവ്ലി. അതായത് കുട്ടികൾ ഗ്രാമർ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളെ ഗ്രാമർ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ ഗ്രാമർ പഠിക്കുന്നത് ഡിഡക്റ്റീവ്ലി ആണ്. എന്താ ഡിഡക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞത് മനസ്സിലാക്കണം, റൂൾ ടു എക്സാമ്പിൾ ആണ്. റൂൾ ടു എക്സാമ്പിൾ ആണ് ഡിഡക്റ്റീവ് എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ ആദ്യം റൂള് പറഞ്ഞു കൊടുത്തിട്ട് എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കും. ആദ്യം ഗ്രാമറിന്റെ റൂള് അധ്യാപകൻ പറയുന്നു, അല്ലെങ്കിൽ കുട്ടികൾ ഗ്രാമറിന്റെ റൂള് പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നു, എക്സാമ്പിളിലേക്ക് പോകുന്നു. അതാണ് ഡിഡക്റ്റീവ് എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ റോട്ട് ലേണിംഗ് ഈസ് എൻകറേജ്ഡ്. കാണാതെ പഠിക്കുക. എന്താ റോട്ട് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അതിന് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ ആ രീതിയിൽ ബൈ ഹാർട്ട് സ്റ്റഡി പഠിക്കുന്നതാണ് റോട്ട് ലേണിംഗ്. അപ്പൊ GTM മെത്തേഡിൽ റോട്ട് ലേണിംഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ് പറയാ. അടുത്തത് ഫോം ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ കണ്ടന്റ് ഓർ മീനിങ്. കണ്ടന്റിനേക്കാളും മീനിങ്ങിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്നുള്ളത് ഫോമിനാണ്. ഓരോ ഫോമിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, കണ്ടന്റിനേക്കാളും മീനിനേക്കാളും. അടുത്ത് ഇവാലുവേഷൻ ഈസ് ബേസ്ഡ് ഓൺ ട്രാൻസ്ലേഷൻ ഓഫ് ടെക്സ്റ്റ്. ട്രാൻസ്ലേഷൻ ഓഫ് ടെക്സ്റ്റ് ഇവാലുവേഷന്റെ ബേസിലായിരിക്കും. അടുത്തത് ദ ടെക്സ്റ്റ് ബുക്ക് ഈസ് ദ ഓൺലി ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ. അപ്പൊ GTM മെത്തേഡിന്റെ മെറ്റീരിയൽ ഏതാന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാത്രം ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാന്ന് ചോദിച്ചാൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് എഴുതണം, അല്ലെങ്കിൽ GTM മെത്തേഡ് എന്ന് എഴുതണം. അത് മുന്നോട്ട് വെച്ച ആളെ പേര് പ്രൊഫസർ കാൾസ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത യൂണിറ്റ് ഓഫ് ടീച്ചിങ് ഈസ് വേർഡ്. അതായത് ഒരു അധ്യാപകന്റെ ടീച്ചിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വേർഡാണ്. സെന്റൻസിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് GTMല് ടീച്ചിങ് യൂണിറ്റ് പറഞ്ഞ വേർഡാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്, വേർഡാണ് ടീച്ചിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇറ്റ് ഡസ് നോട്ട് ഇംപ്രൂവ് ദ ഓറൽ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. ഒരു കാരണവശാലും ഇംഗ്ലീഷിൽ ആ പിള്ളേര് ഈ മെത്തേഡാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കാമ എന്നൊരു അക്ഷരം പോലും സംസാരിക്കൂല ഇംഗ്ലീഷിൽ എന്നാണ് പറയാനുള്ളത്. ദ ലേണേഴ്സ് അണേബിൾ ടു യൂസ് ഇംഗ്ലീഷ് ഇൻ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ. ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷനിൽ വരെ പഠിതാക്കൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂല ഈ മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ എന്താണ് GTM മെത്തേഡ് എന്ന് പറഞ്ഞാൽ? GTM മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നു, ആ അധ്യാപകന്റെ ടീച്ചിങ് യൂണിറ്റ് എന്ന് പറയുന്നത്, ടീച്ചിങ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കാണ്. ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാസേജ് അദ്ദേഹം വായിക്കുന്നു, എന്നിട്ട് ആ കുട്ടികളുടെ മാതൃഭാഷയിൽ ആ കുട്ടിയുടെ മദർ ടങ്കിൽ അത് വിവർത്തനം ചെയ്യുന്നു. വേർഡ് ബൈ വേർഡിന്റെ എല്ലാ മീനിങ്ങും പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ കണ്ടന്റിനേക്കാളും മീനിനേക്കാളും ഇമ്പോർട്ടന്റ് നൽകുന്നത് ഫോമിനാണ്. അധ്യാപകന്റെ ടീച്ചിങ് യൂണിറ്റ് എന്ന് പറയുന്നത് വേർഡാണ്. അതേപോലെ തന്നെ റോട്ട് ലേണിംഗിന് എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരിക്കലും കുട്ടികൾക്ക് ഓറൽ ഫ്ലുവൻസി ഉണ്ടാവുകയില്ല എന്നാണ് GTM മെത്തേഡിൽ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഇപ്പൊ എന്താണ് GTM മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഇത് HSA പരീക്ഷകളിൽ ചോദിക്കുക, എങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് HSA പരീക്ഷകളിൽ നിങ്ങൾ ചോദ്യം പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ഈ ചോദ്യത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോണേ. In grammar translation method, the basic unit of teaching and language practices. അപ്പൊ നോക്ക്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡില് ബേസിക് യൂണിറ്റ് ഓഫ് ടീച്ചിങ് ആൻഡ് ലാംഗ്വേജ് പ്രാക്ടീസീസ് എന്നാണ്. ബേസിക് യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിലെ ബേസിക് യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞത്? സെന്റൻസ് അല്ല, ക്ലോസ് അല്ല, ഫ്രേസ് അല്ല, നമ്മുടെ ഉത്തരമായിട്ട് വരിക വേർഡാണ്. വേർഡാണ് ടീച്ചിങ് യൂണിറ്റ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ടീച്ചിങ് യൂണിറ്റ് പറഞ്ഞ വേർഡാണ് ആരേക്കാൾ ഉപരി, സെന്റൻസിനേക്കാൾ ഉപരി എന്നാണ് മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇൻ GTM മെത്തേഡില് ഗ്രാമർ ഈസ് തോട്ട് ഡിഡക്റ്റീവ്ലി എന്നാണോ, ഗ്രാമർ ഈസ് തോട്ട് ഇൻഡക്റ്റീവ്ലി എന്നാണോ, ദർ ഈസ് നോ ഫിക്സ്ഡ് വേ ഓഫ് ടീച്ചിങ് ഗ്രാമർ എന്നാണോ, ദ വേസ് ടു ടീച്ച് ഗ്രാമർ ആർ ബോറോഡ് ഫ്രം ദ ടാർഗറ്റ് ലാംഗ്വേജ്? ഇതിൽ ഏതാണ് മക്കളെ? ഒരു പഠിതാവ് എങ്ങനെയാണ് ഗ്രാമർ പഠിച്ചെടുക്കുന്നത്? ഡിഡക്റ്റീവ് ആയിട്ടാണോ, ഇൻഡക്റ്റീവ് ആയിട്ടാണോ, ഫിക്സ്ഡ് വേ ഓഫ് ടീച്ചിങ് ഗ്രാമർ ഇല്ലാതെയാണോ, അല്ലെങ്കിൽ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന കടമെടുത്തിട്ടാണോ എന്നാണ് ഇവിടെ ഓപ്ഷനിൽ തോന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിരുന്നു ഡിഡക്റ്റീവ്ലി എന്നാണ്. ലേണർ ലേൺ ഗ്രാമർ ഡിഡക്റ്റീവ്ലി എന്നാണ്. സോ അവർ ആൻസർ വിൽ ബി, നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് എന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ എ എന്നാണ് നമ്മുടെ ഉത്തരം. ഇതേ ശൈലിയിലാണ് മക്കളെ എന്ത് വരിക? ഇതേ ശൈലിയിലാണ് ഈ പരീക്ഷയ്ക്ക് വരിക. അപ്പോ എന്റെ ബഹുമാനമുള്ള എന്നെ കേൾക്കുന്ന കേരളത്തിലെ ഇംഗ്ലീഷ് അധ്യാപകരെ, ഈ രീതിയിലാണ് പരീക്ഷയ്ക്ക് വരിക. അപ്പൊ ഓരോ മെത്തേഡും എന്താണ് എന്ന് നമ്മൾ അതിന്റെ അടിസ്ഥാന രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് HSA ക്രാക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്കോർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത വർഷം നിങ്ങളുടേതാകട്ടെ ഏതെങ്കിലും ഒരു ഹൈസ്കൂളിൽ നിങ്ങൾ അധ്യാപകരായി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു പോയിന്റും കൂടി പറയുന്നു. സ്റ്റെപ്സ് ഡിഡക്റ്റീവ് മെത്തേഡിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം റൂള് പറയുന്നു, പിന്നെ അപ്ലിക്കേഷൻ പറയുന്നു, പിന്നെ എക്സാമ്പിൾ പറയുന്നു, പിന്നെ എക്സസൈസ് ചെയ്യുന്നു. ആദ്യം റൂള്, പിന്നെ അപ്ലിക്കേഷൻ, പിന്നെ എക്സാമ്പിൾ, പിന്നെ എക്സസൈസ്. ഇത്രയുമാണ് എന്ത് ഡിഡക്റ്റീവ് മെത്തേഡിന്റെ അല്ലെങ്കിൽ എന്താണ് GTM മെത്തേഡിന്റെ കാര്യം. ഡിഡക്റ്റീവ് മെത്തേഡിന്റെ സ്റ്റെപ്പ് ഇതാണെന്ന് മനസ്സിലാക്കുക. അപ്പോ എന്താണ് GTM മെത്തേഡ് എന്ന് എല്ലാവരും പഠിച്ചല്ലോ അല്ലെ? അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് മനസ്സിലായല്ലോ. അതിന്റെ കോണ്ടന്റുകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രധാനമായി നമ്മൾ ഓർത്ത് വെക്കേണ്ട ആ പോയിന്റ്സുകൾ ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട. ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിന്റെ ഒരു ഭാഗമായിരുന്നു മെത്തേഡുകൾ. അതിപ്പോ ജസ്റ്റ് ഒരു മെത്തേഡ് ഞാൻ നിങ്ങളെ പറഞ്ഞു തന്നു. എങ്ങനെയാണ് സൈലത്തിന്റെ ക്ലാസ് രീതികൾ എന്ന് അറിയിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.